പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, നമ്മൾ വെബിനാറുകളൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഉത്സാഹത്തോടു കൂടി നമ്മൾ ഓടിപ്പോയി പങ്കെടുക്കുന്നു, കേൾക്കുന്നു. പക്ഷെ അപ്പോഴും കഴിയുമ്പോൾ പല പല സംശയങ്ങളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നു. അത് ചിലപ്പോൾ ചോദിക്കാത്തത് പല പല സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ MG യൂണിവേഴ്സിറ്റി, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഒരു ടീമും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൻ്റെ അകത്ത് ജോബിൻ സാറ് മെമ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അല്ലാതെ തന്നെ നമുക്കൊരു ഫെസിലിറ്റി ഉണ്ട്. അതല്ലാതെ നമുക്കൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. ഞാൻ അത്രയാണ് പറഞ്ഞത്. ഇതുകൊണ്ട് തീരുകയല്ല, ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. നെക്സ്റ്റ് സെഷനിൽ ഞങ്ങൾ SPSS ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള, അതായത് നമ്മളുടെ ഏരിയയിൽ നമ്മൾ എക്യുപ്ഡ് ആവുക ഒരു ഡേറ്റ എൻട്രി നടത്താനായിട്ട്, അതല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ ഡേറ്റ അനാലിസിസിനൊക്കെ ഭയങ്കര കാശൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എക്യുപ്ഡ് ആവും. അതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇതുപോലെ ചെറിയ ഗോൾസ് ആണ്, ചെറിയ എയിംസ് ആണ്. അപ്പോൾ എന്തായാലും ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ പറഞ്ഞ ഉടനെ തന്നെ നമുക്ക് റെഡിയാണ് എന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് എന്താ പറയുന്നത്, നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അദ്ദേഹത്തെയും നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും സമയം വൈകിപ്പിക്കുന്നില്ല. ഇത് ഒരു വെബിനാർ സീരീസ് ആയതുകൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളുടെ അക്കാദമിക് കമ്മിറ്റി കൺവീനർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സാറിനെ ക്ഷണിച്ചോളൂ. അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരു അനൗപചാരിക മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്തായാലും അത് ആ രീതിയിൽ തന്നെ ആവട്ടെ, പക്ഷെ ഫ്രൂട്ട്ഫുൾ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ കെയർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സ്വാഗത പ്രസംഗത്തിൽ അനറ്റ് മാഡം പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ലൈബ്രറിൻ്റെ അടുത്തേക്കാണ് ടീച്ചേഴ്സ് ഓടി വരുന്നത്. ആദ്യം രണ്ട് രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്ന്, ഏതെങ്കിലുമൊക്കെ ജേണലിൽ കൊണ്ടുപോയിട്ട് പബ്ലിഷ് ചെയ്ത് കാണും. പല കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, ഈ ജേണൽ കെയർ ലിസ്റ്റിൽ ഉള്ളതാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ജേണലിന് കിട്ടിക്കഴിഞ്ഞാൽ അത് കെയർ ലിസ്റ്റിൽ ഉള്ളതാണോ ഇല്ലേ എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഏത് കെയർ ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണൽ, കെയർ ലിസ്റ്റിലുള്ള ഒരു ജേണൽ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ച് വരാറുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളും ലൈബ്രറിയന്മാർ സാധാരണ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് കെയർ ലിസ്റ്റിൽ കയറി സെർച്ച് ചെയ്ത് അന്വേഷിക്കേണ്ടത് എന്നത് ആണ് മറ്റൊരു പ്രശ്നം. അപ്പൊ ഇങ്ങനെയുള്ള കെയർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അതിന് ആധികാരികമായി തന്നെ മറുപടി കൊടുക്കാൻ കഴിയുകയും ടീച്ചേഴ്സിനെയും റിസർച്ച് സ്കോളേഴ്സിനെയും സഹായിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഈ വെബിനാറിലൂടെ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോബിൻ സാറിനെ പോലെയുള്ള കഴിവുറ്റ മികവുറ്റ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഈ സെമിനാർ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സഫലമാക്കുന്ന രീതിയിൽ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. കെയർ ലിസ്റ്റ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ മീറ്റിങ്ങിൽ ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാരുമുണ്ട്, അതുപോലെ മിനിമം ഗ്രാഹ്യമുള്ളവരും ഉണ്ട്, അതുപോലെ അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരും കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മളൊരു ഡിസ്കഷൻ രീതിയിലാണ് നമ്മളിത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം ജസ്റ്റ് ഇതെന്താണ് എന്താണെന്നൊക്കെ ഒന്ന് കാണിക്കുന്നു, അതിനുശേഷം ഒരു ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നെക്കാളും അറിയാവുന്ന ആൾക്കാരും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കെയർ ലിസ്റ്റ് എന്താണ്, എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഫേക്ക് ജേണലിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം. പബ്ലിക്കേഷൻ ഇൻറ്റഗ്രിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UGC 2017 UGC അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ജേണൽ എന്ന പേരിൽ ഏകദേശം ഒരു 45,000 ജേണൽസിൻ്റെ 47,000+ ജേണൽസിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിൽ ഒരുപാട് ക്വാളിറ്റി ജേണൽസും ഉണ്ടായിരുന്നു, അതുപോലെ മോശം ജേണൽസും ഒരുപാട് അതിൽ കയറി കൂടിയായിരുന്നു.
അപ്പം അതൊക്കെ പരിഗണിച്ച് പിന്നീട് ഒരു റിവ്യൂ ഒക്കെ നടത്തി 2018 ജൂലൈയില് ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. ആ ലിസ്റ്റ് ഇതാണ്. ആ ലിസ്റ്റ് UGC അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ജേണൽ എന്ന് പറഞ്ഞ് ഇപ്പോഴും നമുക്ക് നെറ്റിൽ ഈ ലിസ്റ്റ് അവൈലബിൾ ആണ്. കാരണം ഈ ലിസ്റ്റ് എല്ലാവരും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കൈവശം വെക്കണം. ഈ ലിസ്റ്റ് പിന്നീട് നഷ്ടപ്പെട്ടു പോയി. ഇതിന്റെ ആവശ്യം നമുക്ക് വരും. കാരണം ആ പീരീഡിൽ 2017 ജൂലൈ മുതൽ 2018 ജൂലൈ വരെ ഈ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ജേണലിൽ പബ്ലിഷ് ചെയ്ത ആൾക്കാർക്ക് ക്ലെയിം ചെയ്യാം. അവരുടെ ആർട്ടിക്കിൾ അവർക്ക് ക്ലെയിം ചെയ്യാം. UGC അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ജേണലിലാണെങ്കിൽ അവർക്ക് ക്ലെയിം ചെയ്യാം. അതുകൊണ്ട് ഈ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും, ലൈബ്രറി എന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. കാരണം ടീച്ചേഴ്സിന്റെ പ്രൊമോഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അവർ 17 പബ്ലിഷ് ചെയ്ത് അവർക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റ് പ്രൂഫായിട്ട് നമുക്ക് വേണം. അപ്പൊ ഈ ലിസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഒരെണ്ണം കാണും. അതിനുശേഷം 2018 നവംബറിൽ UGC ഒരു മീറ്റിംഗ് കൂടുകയും UGC കെയർ ലിസ്റ്റ് എന്ന ഒരു കൺസോർഷ്യം രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2019 ജൂണില് ഈ 2018 നവംബറിലെ ഓർഡറിൽ UGC പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് ക്യാൻസൽ, ഓൾറെഡി ഉള്ള ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരിഗണിക്കാവുന്ന സ്കോപ്പസിലും വെബ് ഓഫ് സയൻസിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജേണൽസ് പരിഗണിക്കാം. പിന്നെ മറ്റ് ഡിസിപ്ലിനിലുള്ള ജേണൽസിന് വേണ്ടി UGC കെയർ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസോർഷ്യം രൂപീകരിക്കും എന്ന് ആണ് ആ ഓർഡറിൽ അവർ ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് 2019 ജൂണിൽ UGC കെയർ ലിസ്റ്റ് നിലവിൽ വന്നു. അതിനുശേഷം UGC കെയർ ലിസ്റ്റിൽ തന്നെ ഈ ഓർഡറെല്ലാം കിടപ്പുണ്ട്. ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഓർഡറുകളൊക്കെ കിടപ്പുണ്ട്. നിങ്ങളുടെ അടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് UGC അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ജേണൽസിൽ അല്ല, UGC കെയർ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജേണൽസിൽ പബ്ലിഷ് ചെയ്താൽ മാത്രമേ ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ UGC കെയർ ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി UGC ടു പ്രൊമോട്ട് ക്വാളിറ്റി റിസർച്ച്, അക്കാഡമിക് ഇന്റഗ്രിറ്റി ആൻഡ് പബ്ലിക്കേഷൻ എത്തിക്സ് ഇൻ ദി യൂണിവേഴ്സിറ്റീസ്. അങ്ങനെ അതിന്റെ എന്തൊക്കെയാണോ ഒബ്ജക്റ്റീവ്സ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഇതിൻ്റെ അകത്ത് പിന്നെ പറയേണ്ടത്, കെയർ ലിസ്റ്റ് 2 ഗ്രൂപ്പായിട്ടാണ്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1 വരുന്നത് ജേണൽ ഫൗണ്ട് ക്വാളിഫൈഡ് ത്രൂ UGC കെയർ പ്രോട്ടോകോൾ. ഗ്രൂപ്പ് 2 വരുന്നത് ജേണൽസ് ഇൻഡെക്സ്ഡ് ഇൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഡാറ്റാബേസസ്. അത് ഗ്രൂപ്പ് 2 വരുന്ന വെബ് ഓഫ് സയൻസും സ്കോപ്പസുമാണ്. പിന്നെ കെയർ ലിസ്റ്റുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ക്വാർട്ടർലി അപ്ഡേറ്റ് ചെയ്യും. 1 ജാനുവരി, 1 ഏപ്രിൽ, 1 ജൂലൈ, 1 ഒക്ടോബർ, ഇങ്ങനെ 4 അപ്ഡേഷൻ UGC കെയർ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞ് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങളുടെ വെബ്സൈറ്റ് ഒക്കെ നോക്കി UGC കെയർ ലിസ്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. മുസ്തഫ സാറ് പറഞ്ഞ ഒരു കാര്യം, സാധാരണഗതിയിൽ ടീച്ചേഴ്സ് വന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നമ്മളൊരു ആർട്ടിക്കിൾ നമ്മൾ എഴുതി, ഇത് എവിടെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് സാധാരണഗതിയിൽ ടീച്ചേഴ്സ് മിക്കവാറും തന്നെ വന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സജഷൻസ് കൊടുക്കാം. ഏതൊക്കെ ഇപ്പോൾ ഓരോ പബ്ലിഷർ വൈസിൽ നമുക്ക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പറ്റിയ ജേണൽസ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് പബ്ലിഷേഴ്സ് തന്നെ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കുറേ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ജേണൽ ഫൈൻഡർ ഓർ സജസ്റ്റർ എന്ന പേരിൽ എല്ലാ മെയിൻ പബ്ലിഷേഴ്സും അവരുടെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പോയി നമുക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ, നമ്മളുടെ കയ്യിൽ ഒരു പേപ്പർ നമ്മൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ, അബ്സ്ട്രാക്റ്റ് കൊടുത്ത് നമുക്ക് ആ പേപ്പർ കൊടുത്തു കഴിയുമ്പോൾ അവർ ഏതാനും ജേണൽസ് നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എൽസേവിയറിന്റെ ഒരു ഓപ്ഷനാണ്. ജേണൽ ഫൈൻഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ പേപ്പറിന്റെ ടൈറ്റിൽ കൊടുക്കുക.
ഇവിടെ അബ്സ്ട്രാക്ട് കൊടുക്കുക. കീവേഡ് ഉണ്ടെങ്കിൽ കീവേഡ് കൊടുക്കുക. അതിനുശേഷം ഫൈൻ ജേണൽ. അപ്പോൾ ഇത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പറായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 49 ജേണൽസ് എൽസേവിയർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ പല റേഞ്ചിലുള്ള ജേണൽസ് നമുക്കിവിടെ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ സൈറ്റ് സ്കോർ, ഇമ്പാക്ട് ഫാക്ടർ, ആക്സെപ്റ്റൻസ് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ജേണൽസിന്റെ വെബ്സൈറ്റിൽ പോയി നമുക്ക് അവിടെ നമ്മുടെ പേപ്പർ അവർക്ക് അയച്ചു കൊടുക്കാം. അവർ ചിലപ്പോൾ സജഷൻസ് ഒക്കെ പറയും. നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തി ആ രീതിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ഓരോ പബ്ലിഷേഴ്സും, എല്ലാ പബ്ലിഷേഴ്സും അവരുടെ വെബ്സൈറ്റിൽ ഈ രീതിയിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ജേണൽ ഫൈൻഡർ അല്ലെങ്കിൽ സജസ്റ്റർ അല്ലെങ്കിൽ ജേണൽ റെക്കമെൻഡർ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പേപ്പർ കിട്ടുമ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേപ്പർ, നമ്മുടെ ലൈബ്രറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ നമ്മൾ എഴുതി അത് ഏതൊക്കെ ജേണലിൽ പബ്ലിഷ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പബ്ലിഷേഴ്സിന്റെ സൈറ്റിൽ പോയി നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ജേണൽ കണ്ടുപിടിക്കാം. പിന്നെ ജേണൽ കണ്ടുപിടിച്ചതിന് ശേഷം ഇത് നല്ല ജേണലാണോ അതല്ലെങ്കിൽ കെയർ ലിസ്റ്റിലുണ്ടോ എന്നുള്ളതിന് അത് പിന്നീട് നോക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ജേണൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മാനുസ്ക്രിപ്റ്റ് മാച്ചർ എന്ന പേരിൽ വെബ് ഓഫ് സയൻസിലുണ്ട്. എല്ലാം കാണിച്ചു പോകുന്നില്ല, സെയിം പ്രോസസ്സ് തന്നെയാണ്. ജേണൽ സജസ്റ്റർ എന്ന പേരിൽ സ്പ്രിംഗറിൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. ജേണൽ ഫൈൻഡർ ബീറ്റ എന്ന പേരിൽ വൈലി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പബ്ലിക്കേഷൻ റെക്കമെൻഡർ എന്ന പേരിൽ IEEE അവൈലബിൾ ആണ്. ഇതെല്ലാം പബ്ലിഷർ വൈസിൽ വരുന്ന ഓപ്ഷൻസ് ആണ്. അതുപോലെ ജേണൽ റെക്കമെൻഡർ സേജ്, ഇതെല്ലാം പബ്ലിഷേഴ്സിന്റെ സൈറ്റിൽ തന്നെ വരുന്ന ഓപ്ഷൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പബ്ലിഷേഴ്സിന്റെ സൈറ്റിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ പബ്ലിഷറുടെ ജേണൽസ് മാത്രമേ നമുക്ക് അവർ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ജെയിൻ എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ ജേണൽ ഗൈഡ് എന്ന് പറയുന്ന ഓപ്ഷനും എല്ലാ പബ്ലിഷേഴ്സിന്റെയും ജേണൽസ് ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ജെയിൻ എന്ന് പറയുന്നതിൽ നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ പബ്ലിഷേഴ്സിലുള്ള ജേണൽസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ജേണൽസ് കണ്ടുപിടിക്കാം. ജേണൽസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഇൻ ചൂസിങ് ദി റൈറ്റ് ജേണൽ ഫോർ പബ്ലിക്കേഷൻ, നമ്മൾ ഒരു ജേണൽ നമ്മൾ കണ്ടുപിടിച്ചു, ഒരു ജേണൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അത് ക്രെഡിബിൾ ജേണൽ ആണോ അതല്ലെങ്കിൽ അത് നല്ല ജേണൽ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഏതാനും കാര്യങ്ങൾ നോക്കണം. എയിം ആൻഡ് സ്കോപ്പ് ഓഫ് ദി ജേണൽ, അവരുടെ വെബ്സൈറ്റിൽ പോവുക, വെബ്സൈറ്റ് നല്ല രീതിയിൽ നോക്കുക. അവരുടെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എയിം ആൻഡ് സ്കോപ്പ് ഒക്കെ ആണോ അവരുടെ ജേണൽസിന്റെ എന്ന് നോക്കുക. ജേണൽ ഇമ്പാക്ട് ഫാക്ടർ നോക്കുക. ഇൻഡെക്സിങ് ഓഫ് ജേണൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജേണൽ ഏതൊക്കെ ഡേറ്റാബേസ്, അബ്സ്ട്രാക്ട് ഇൻഡെക്സിങ് ആൻഡ് അബ്സ്ട്രാക്ട് ഡേറ്റാബേസിൽ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്, വെബ് ഓഫ് സയൻസിലുണ്ടോ, സ്കോപ്പസിലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ അതിന്റെ പീർ റിവ്യൂ പ്രോസസ്സ് നോക്കുക. പിന്നെ വരുന്നത് അക്സെപ്റ്റൻസ് റേറ്റ്. അക്സെപ്റ്റൻസ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ആ ജേണൽ മോശമാകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം നമ്മൾ അയക്കുന്ന എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല ജേണൽ ആകാനുള്ള സാധ്യതയില്ല. അക്സെപ്റ്റൻസ് റേറ്റ് കുറഞ്ഞ ജേണൽ ആയിരിക്കും എപ്പോഴും കൂടുതൽ നല്ല ജേണൽസിൽ വരുന്നത്. അതുപോലെ ഓപ്പൺ ആക്സസ് പബ്ലിഷിംഗ് ആണോ നോക്കുക. നമുക്ക് കൂടുതൽ സൈറ്റേഷനും ഇൻഡെക്സും ഒക്കെ കിട്ടാനുള്ള സാധ്യത ഓപ്പൺ ആക്സസ് ജേണൽ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടും, കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതുകൊണ്ട് ഓപ്പൺ ആക്സസ് ജേണൽ പബ്ലിഷ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ അവർ പ്രിഡേറ്ററി ജേണൽസ് ആണോ എന്ന് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു ജേണല് പ്രിഡേറ്ററി പബ്ലിക്കേഷൻ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ അതിന്റെ വെബ്സൈറ്റിൽ പോകും. അതിന്റെ വെബ്സൈറ്റ് ഒരു അൺപ്രൊഫഷണൽ വെബ്സൈറ്റ് വിത്ത് മെനി എറേഴ്സ്. സാധാരണ പ്രിഡേറ്ററി ജേണൽസിന്റെ ഒക്കെ വെബ്സൈറ്റിൽ ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കും മറ്റൊരു കാര്യം, ഫോട്ടോസ് ഒക്കെ അത്ര ക്ലിയർ ആണെന്നും ആയിരിക്കില്ല. പിന്നെ ഫേക്ക് ഇമ്പാക്ട് ഫാക്ടേഴ്സ് ആയിരിക്കും. ഇമ്പാക്ട് ഫാക്ടർ ഏതൊക്കെയാണ് ഫേക്ക് അല്ലാത്തതെന്നുള്ളതിനെ കുറിച്ച് ഇതിന് ശേഷം വരുന്നുണ്ട്. അതുപോലെ എഡിറ്ററുടെ ഒന്നും പേരൊന്നും കൃത്യമായിട്ട് കാണത്തില്ല. എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സിന്റെ അഡ്രസ് ഒന്നും കാണത്തില്ല. ചുമ്മാ ഏതെങ്കിലും ഇന്റർനാഷണൽ ജേണൽസ് എന്നൊക്കെ പറഞ്ഞൊരു പേര് കൊടുത്തിട്ട് കുറെ ഫോറിനിലുള്ള ആൾക്കാരുടെ കുറെ പേര് മാത്രമേ കാണുള്ളൂ. അവരുടെ യാതൊരു കോൺടാക്ട് ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. പബ്ലിഷിംഗ് പ്രോസസ്സിനെ കുറിച്ച് യാതൊരു പബ്ലിക്കേഷൻ പോളിസി അങ്ങനെയൊന്നും സാധാരണഗതിയിൽ കാണത്തില്ല. അതുപോലെ അവരൊരു മെയിൽ ID അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ്, അതിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ട് കാണും. മറ്റു പോളിസിയും മറ്റു കാര്യങ്ങളും പബ്ലിക്കേഷന്റെ പ്രോസസ്സ് ഇതൊന്നും പറഞ്ഞിട്ട് കാണത്തില്ല.
അതുപോലെ സാധാരണഗതിയിൽ പ്രൊഡക്ടറി ജേണൽസ് എല്ലാം ക്വിക്ക് പബ്ലിക്കേഷൻ ആയിരിക്കും. നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി വേണമെങ്കിലും നമുക്ക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് തരും. അങ്ങനെ വരുന്നതെല്ലാം പ്രൊഡക്ടറി ജേണൽസ് ആയിരിക്കും. സാധാരണ പീർ റിവ്യൂഡ് ജേണൽസിന്റെ ഒരു പ്രോസസ് ഉണ്ട്. മിനിമം ഒരു 6 months എങ്കിലും സാധാരണഗതിയിൽ നല്ല ജേണൽസിലെ പീർ റിവ്യൂഡ് ജേണൽസിലൊക്കെ എടുക്കാറുണ്ട് പബ്ലിഷ് ചെയ്ത് വരാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലോ പബ്ലിക്കേഷൻ ചാർജ് ആയിരിക്കും. ചെറിയ 1500, 2000, 3000, 5000 അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും അതിന്റെ ചാർജ്. നല്ല ജേണൽസ് വലിയ എമൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിഷ് ചെയ്യുന്ന നല്ല ജേണൽസും ഉണ്ട്. പക്ഷെ ഈ സാധാരണ പ്രൊഡക്ടറി ജേണൽസിലെല്ലാം ചെറിയ കോസ്റ്റ് ആയിരിക്കും. 1500, 3000, 5000 ആ ഒരു രീതിയിലായിരിക്കും അവരുടെ കോസ്റ്റ് സാധാരണഗതി വരുന്നത്. അതുപോലെ കോപ്പിറൈറ്റിനെ കുറിച്ചൊന്നും യാതൊരു ക്ലാരിറ്റി അവരുടെ വെബ്സൈറ്റിലൊന്നും പറഞ്ഞിട്ട് കാണുകയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരിക്കും സാധാരണഗതിയിൽ ഒരു പ്രൊഡക്ടറി ജേണൽസ് കണ്ടുവരുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കുറെ ജേണൽസ് ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അതുപോലെ ജേണൽ റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പാക്ട് ഫാക്ടർ ഞാൻ പറഞ്ഞു, ഒരുപാട് ഇമ്പാക്ട് ഫാക്ടർ നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. പല ജേണൽസിലും നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ഇമ്പാക്ട് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറെ സ്കോറൊക്കെ അവിടെ കൊടുത്തിട്ട് കാണുമായിരിക്കും. അതെല്ലാം ഫേക്ക് ആയിരിക്കും. സാധാരണ ജേണൽ ഇമ്പാക്ട്, ക്ലാരിവേറ്റ് അനാലിറ്റിക്സിന്റെ ജേണൽ ഇമ്പാക്ട് ഫാക്ടർ, അതുപോലെ സ്നിപ്പ്, സോഴ്സ് നോർമലൈസ്ഡ് പെർ പേപ്പർ, അത് സ്കോപ്പസിന്റെ ആണ്. സൈറ്റ് സ്കോർ സ്കോപ്പസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ 3 പാരാമീറ്റേഴ്സ് ആണ് അക്സെപ്റ്റഡ്, വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഈ 3 എണ്ണമാണ്. അതല്ലാണ്ട് വരുന്നതെല്ലാം ഫേക്ക് ഇമ്പാക്ട് ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ടീച്ചേഴ്സിന് ഇതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യം കാണില്ല. അവരൊരു ജേണലിൽ പബ്ലിഷ് ചെയ്തു, അപ്പോൾ അവർ പറയും ഇമ്പാക്ട് ഫാക്ടർ ഇത്രയുണ്ടെന്ന് പറയും. പക്ഷെ അതൊരു പ്രൊഡക്ടറി ജേണലായിരിക്കും. അവർക്ക് വെബ്സൈറ്റ് ചുമ്മാ ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു നമ്പർ കൊടുത്തിട്ട് കാണും. അപ്പൊ നമുക്കിതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ജേണൽ ഇമ്പാക്ട് ഫാക്ടർ നമ്മുടെ ജേണൽ സൈറ്റേഷൻ റിപ്പോർട്ടിൽ നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കാം. അല്ലെങ്കിൽ സൈമാഗോ ജേണൽ റാങ്കിങ് ആൻഡ് കൺട്രി റാങ്ക് എന്നുള്ള അവിടെ നിന്ന് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ വെബ് ഓഫ് സയൻസിലും സ്കോപ്പസിലും ഒക്കെ നമുക്ക് ഈ സൈറ്റ് സ്കോർ ജേണൽ കൊടുത്തിട്ട് അതിന്റെ സൈറ്റ് സ്കോർ എത്രയാണെന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വരുന്ന ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഫേക്ക് ഇമ്പാക്ട് ഫാക്ടേഴ്സ് ആണ്. ഇത് ഒരുപാടെണ്ണം ഉണ്ട്. ഒരു 10-50 എണ്ണത്തിന് മുകളിൽ ഉണ്ട്. ഇത് ഒരു പല പേരുകൾ, സൈറ്റ് ഫാക്ടർ, കോസ്മോ ഇമ്പാക്ട് ഫാക്ടർ, ഒത്തിരി ഉണ്ട്. ഇന്റർനാഷണൽ ഇമ്പാക്ട് ഫാക്ടർ സർവീസസ്, ഇതൊക്കെ ഓരോ ചുമ്മാ ഓരോ ഏജൻസി ചെയ്തു വിടുന്നതാണ്. ഇതൊക്കെ ഓരോ ജേണൽസിൽ ഇന്റർനാഷണൽ ഇമ്പാക്ട് ഫാക്ടർ സർവീസസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും അവർക്ക് ഇത് ഇന്റർനാഷണൽ എന്തെങ്കിലും ഇമ്പാക്ട് ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വേണം. എന്താണ് കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ക്ലാരിവേറ്റ് അനാലിറ്റിക്സിന്റെ ഇമ്പാക്ട് ഫാക്ടർ, അതുപോലെ സ്നിപ്പ്, അതുപോലെ സൈറ്റ് സ്കോർ, ഇതാണ് വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ഇമ്പാക്ട് ഫാക്ടേഴ്സ്. ഇതും അടുത്ത പേജ്, ഇതും വരുന്നത് ആ പേജിന്റെ തുടർച്ചയാണ്. ഇതെല്ലാം ഫേക്ക് ഇമ്പാക്ട് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നോക്കുക, കൃത്യമായിട്ടുള്ളത് 3-4 ഉള്ളൂ. ബാക്കി ഇമ്പാക്ട് ഫാക്ടർ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പൊ അതൊക്കെ ലൈബ്രറി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ടീച്ചേഴ്സിനെയൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് കെയർ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ പ്രൊഡക്ടറി ജേണൽസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അതിന്റെ റെഗുലാരിറ്റി, നമ്മൾ അതിന്റെ പീരിയോഡിസിറ്റി, അതിന്റെ റെഗുലർ ആയിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്ന ജേണൽ ആണോ എന്നുള്ളത് പ്രത്യേകം നോക്കണം. അവരുടെ ആർക്കീവ്സ് ഒക്കെ എടുത്ത്, സാധാരണ നല്ല ജേണൽസ് എല്ലാം റെഗുലർ ആയിട്ട് പബ്ലിഷ് ചെയ്യും. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ, ഇപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പല ജേണൽസും പബ്ലിഷ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ ജേണൽസും കൃത്യമായിട്ട് അവരുടെ പോളിസിയിൽ പറയുന്ന രീതിയിൽ സാധാരണ രീതിയിൽ പബ്ലിഷ് ചെയ്യും. അത് കൃത്യമാണോ എന്നൊക്കെ നോക്കുക. പ്രൊഡക്ടറി ജേണൽസ് ഒക്കെ ആണെങ്കിൽ ഒരു വോളിയത്തിന് 10, 15, 20 ഇഷ്യൂസ് ഒക്കെ കാണും. ഓരോ ഇഷ്യൂസിലും 10, 500, 1000 പേപ്പറൊക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഗ്രൂപ്പ് 1-ൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സെർച്ച്, ഇവിടെ നമുക്ക് പല രീതിയിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈറ്റിൽ ഉണ്ട്, ISSN ഉണ്ട്, പബ്ലിഷർ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ലാംഗ്വേജ് ഓഫ് പബ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങളോട് ഒരു ടീച്ചർ വന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് ആ ടോപ്പിക്കിലുള്ള ജേണൽസ് ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് എടുക്കുക, സെർച്ച് ചെയ്യുക. അതല്ല ഏതെങ്കിലും ഒരു ജേണൽ പറഞ്ഞിട്ട് ഇത് കേരളത്തിൽ ഉണ്ടോ എന്ന് നോക്കാനാണെങ്കിൽ നമ്മളിവിടെ ISSN നമ്പർ എടുക്കുക, അല്ലെങ്കിൽ ടൈറ്റിൽ എടുക്കുക, എന്താണോ ISSN നമ്പർ അത് കൊടുക്കുക.
സബ്ജക്റ്റ് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ലൈബ്രറി സയൻസിൽ കെയർ ലിസ്റ്റിൽ എത്ര ജേണൽ ഉണ്ട് എന്നുള്ളത് സബ്ജക്റ്റ് കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാം. 20 ജേണൽ ലൈബ്രറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കെയർ ലിസ്റ്റ് ഗ്രൂപ്പ് 1-ലുണ്ട്. ആർട്ട് ലൈബ്രറീസ് ജേണൽ, കാത്തലിക് ലൈബ്രറി വേൾഡ്, ഒരു 20 ജേണൽ ഉണ്ട്. 10 പ്ലസ് 20 ജേണൽസ്. അപ്പോൾ കെയർ ലിസ്റ്റിൽ 20 ജേണൽസ് ഗ്രൂപ്പ് 1-ല് ലൈബ്രറി സയൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ടീച്ചേഴ്സ് ചോദിക്കുന്ന സബ്ജക്റ്റിലുള്ള ജേണൽസിന്റെ ലിസ്റ്റ് ഒക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള സർവീസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു ബഹുമാനമൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് നോക്കേണ്ടത് സെർച്ച് ചെയ്തതിനു ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നിടത്ത് ഡിസ്കണ്ടിന്യൂഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കുറെ എണ്ണം ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. അവര് പ്രോട്ടോകോൾ തെറ്റിച്ചതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പേയ്മെന്റ് അടിസ്ഥാനത്തിലൊക്കെ പബ്ലിഷ് ചെയ്തതിന് എന്തെങ്കിലും UGC പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ കുറെ എണ്ണം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഡിസ്കണ്ടിന്യൂഡ് എന്ന് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ ഇതിൻ്റെ കൂടുതലും പ്രിന്റ് ജേണൽസ് ആണ്. EISS-നുള്ളത് മാത്രമേ ഈ ജേണൽസ് ഉള്ളൂ. ബാക്കിയെല്ലാം പ്രിന്റ് ജേണൽസ് ആയിരിക്കും. അതൊക്കെ സാധാരണഗതിയിൽ ഏതെങ്കിലും ലോക്കൽ ജേണൽസ് ആകാനാണ് കൂടുതൽ സാധ്യത. ഏതെങ്കിലും കോളേജുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതോ അങ്ങനെയുള്ളതൊക്കെ ആകാനാണ് കൂടുതൽ സാധ്യത. അതുപോലെ അല്ലാത്തതുകൊണ്ട് IASLIC ബുള്ളറ്റിംഗ് ഒക്കെ പ്രിന്റ് ജേണൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഈ വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജേണലിന്റെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ട് കാണും. അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പബ്ലിക്കേഷൻ ലാംഗ്വേജ് ശ്രദ്ധിക്കുക, ജർമ്മൻ ആണ്. ഈ സാധാരണ നമുക്ക് വരാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഫേക്ക് ജേണൽ വരാനുള്ള ഒരു സാധ്യത, ഇതൊരു ജർമ്മൻ ജേണലാണ്. ഇതേ പേരിൽ ഇംഗ്ലീഷിൽ ജേണലൊക്കെ ഇറക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരുപാട് ജേണൽസ് ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ടീച്ചേഴ്സിനോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും UGC കെയർ ലിസ്റ്റിൽ പോവുക, അവിടുന്ന് വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിന്റെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. സാധാരണ ഏജൻസികളൊക്കെ പറയും ഈ ആർട്ട് ലൈബ്രറീസ് ജേണൽ അതിൽ പബ്ലിഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അവരൊരു ജേണലിന്റെ വെബ്സൈറ്റ് നമുക്ക് അയച്ചു തരും. നമ്മളത് കൃത്യമായിരിക്കും എന്നൊക്കെ ഓർത്ത് നമ്മളത് ഇപ്പോൾ പബ്ലിഷ് ചെയ്യും. ചിലപ്പം ഈ രീതി തന്നെ ആയിരിക്കും അതിന്റെ ലേഔട്ടും എല്ലാം. ഈ ജേണലിന്റെ പേജ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലുള്ള പേജ് ആയിരിക്കും സാധാരണ പല ജേണൽസിനും കണ്ടുവരാറുണ്ട്. ഒറിജിനൽ ജേണൽസിന്റെ അങ്ങനെ കാണുന്നുണ്ട്. ചില ജേണൽസിനൊക്കെ അങ്ങനെ ഫേക്ക് ജേണൽസ് സാധാരണ കാണാറുണ്ട്. ഇതേ പേജ് പോലെ തന്നെ ഇരിക്കും. വ്യത്യാസം ചിലപ്പം ഈ URL മാത്രമൊക്കെ കാണുള്ളൂ. അങ്ങനെയുള്ളതും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കെയർ ലിസ്റ്റിൽ പോവുക, സെർച്ച് ചെയ്യുക, അവിടെ നിന്നുള്ള വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, വെബ്സൈറ്റിലേക്ക് പോവുക. എല്ലാ ജേണൽസിന്റെയും വെബ്സൈറ്റിൽ പേപ്പർ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയെങ്കിലും കാണും. സബ്മിറ്റ് യുവർ ആർട്ടിക്കിൾ, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ വഴി മാത്രമേ നമ്മൾ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാവൂ. ഏജന്റിന് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെയിൽ ID ഒക്കെ തന്നെ അതിലേക്ക് അയച്ചു തരുന്നത് ഇതിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സാധ്യതയില്ല. ഇതിൽ വരാനുള്ള യാതൊരു സാധ്യതയില്ല. എല്ലാ നല്ല ജേണൽസും അവരുടെ വെബ്സൈറ്റിൽ സബ്മിറ്റ് യുവർ ആർട്ടിക്കിൾ അല്ലെ പബ്ലിഷ് യുവർ പേപ്പർ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് കാണും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെയർ ലിസ്റ്റ് വഴി കയറി സെർച്ച് ചെയ്ത് അവിടുന്ന് കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി മാത്രം വെബ്സൈറ്റിലേക്ക് പോവുക. കെയർ ലിസ്റ്റ് ഗ്രൂപ്പ് 1-ന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ ലൈബ്രറി സയൻസുമായിട്ടുള്ള ജേണൽസിന്റെ ലിസ്റ്റ് ഒക്കെ എല്ലാവരും ഒന്ന് നോക്കുക. നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള പറ്റുന്ന ജേണൽ ഉണ്ടോ എന്ന് നോക്കുക. അതിലൊക്കെ അയച്ചു കൊടുത്ത് പബ്ലിഷ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. കേരളത്തിലുള്ള ഏതെങ്കിലും ഉണ്ടോ ലൈബ്രറി സയൻസിന്റെ? കേരളത്തിലെ ഒന്നുമില്ല സാറേ. കെൽപ്രോ ഇല്ലേ? കെൽപ്രോ ഇല്ല. കെൽപ്രോ ആദ്യത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. മറ്റേ UGC അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ജേണൽ എന്നുള്ളതിൽ കെൽപ്രോ ഉണ്ടായിരുന്നു. ഇപ്പം കേരളത്തിലുള്ള ഒന്നുമില്ല. എന്തോ അല്ല, നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അതാ ആദ്യത്തെ UGC അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ജേണൽ എന്നുള്ളിടത്ത് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള ലിസ്റ്റിലില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗ്രൂപ്പ് 1-ല് ലിസ്റ്റ് ഓഫ് ക്ലോൺഡ് ജേണൽസിന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഗ്രൂപ്പ് 1-ലല്ല, കെയർ ലിസ്റ്റ് സൈറ്റിൽ ലിസ്റ്റ് ഓഫ് ക്ലോൺഡ് ജേണൽ ഗ്രൂപ്പ് 1, 2 എന്ന ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് 1-ൽ പോവുക.
ഈ ജേണൽസിന്റെ പേരെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് അബദ്ധം പറ്റിയേക്കുന്ന മേഖലകളാണിത്. ഈ അടുത്ത കാലത്ത് ഒരു കോളേജിൽ ഏതാനും പോസ്റ്റ് വിളിച്ചതിന്റെ അവരുടെ ആപ്ലിക്കേഷൻ പബ്ലിക്കേഷനൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ തരികയുണ്ടായി. അപ്പം അത് നോക്കിക്കഴിഞ്ഞപ്പം ഏതാണ്ട് 85 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടി ഏതാണ്ട് 400 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിന് 30 മുകളിൽ ആർട്ടിക്കിൾ, കൃത്യം എണ്ണം ഞാൻ ഓർക്കുന്നില്ല, ഏകദേശം 30-40 ഇടയ്ക്ക് ആർട്ടിക്കിളെ നല്ല ആർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഈ കാണുന്ന ഈ പല പേരുകളിൽ കാണുന്ന ക്ലോൺഡ് ജേർണൽസിലാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിന് അബദ്ധം പറ്റുന്നുണ്ട്. ആരും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. തീരെ ചുരുക്കമൊക്കെ ഇപ്പൊ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇന്നൊരെണ്ണം പബ്ലിഷ് ചെയ്യണമെന്ന് കരുതി ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാർക്കും അബദ്ധം പറ്റിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഒരുപാട് ജേണൽസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പം ലൈവായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. ജേണൽ ഓഫ് മഹാരാജ, സയാജിറാവ് യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡ, അതിന്റെ പേരിൽ തന്നെയുള്ളതാണ് ജേണൽ ഓഫ് മഹാരാജ എന്ന് പറഞ്ഞ ആ ജേണൽസ്. ജുനിക്യാത്ത്, ഇതെല്ലാം ഇപ്പൊ ലൈവായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ടീച്ചേഴ്സിനെ പബ്ലിഷ് ചെയ്ത് അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുന്ന ജേണൽസ് ആണ്. എനിക്ക് ഉറപ്പായിട്ടും അറിയാം നിങ്ങളുടെയൊക്കെ കോളേജിലുള്ള ടീച്ചേഴ്സിന് അബദ്ധം പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് ഓരോന്നും കണ്ട് മനസ്സിലാക്കുക. ഇവിടെ തന്നെ ഇതിന്റെ ഒറിജിനൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ കലാ സരോവർ എന്ന് പറയുന്ന ജേണൽസിന്റെ ഒറിജിനൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് അല്ല, അതിന്റെ PDF. ഒരു ഹിന്ദി ജേണലാണ്, ഹിന്ദി ലാംഗ്വേജ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേണലാണ് കലാ സരോവർ. ഇത് ശ്രദ്ധിക്കുക, കലാ സരോവർ എന്ന് പറയുന്ന ആ ഹിന്ദി ലാംഗ്വേജ് പബ്ലിഷ് ചെയ്യുന്ന ജേണല് പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. കലാ സരോവർ UGC കേരളിസ്റ്റ് ഗ്രൂപ്പ് 1. ISS നമ്പറൊക്കെ സെയിം ആണ്, എല്ലാം സെയിം ആണ്. ഇംഗ്ലീഷില് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പേയ്മെന്റ് അടിസ്ഥാനത്തിൽ 1500-2000 രൂപ കൊടുത്ത് ടീച്ചേഴ്സ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അവരോട് അവർ പറയും ഇന്ന പോലെ കേരളിസ്റ്റ് നോക്കിക്കോ, കലാ സരോവർ ഉണ്ടോ എന്ന് നോക്കുക. സാധാരണ ആൾക്കാരെല്ലാവരും കേരളിസ്റ്റ് വരും, അവർ കേരളിസ്റ്റ് കയറി കലാ സരോവർ അല്ലെങ്കിൽ ISBN നമ്പർ ഇവിടെ അടിച്ച്, ഇവിടെ കലാ സരോവർ നമ്മുടെ ISBN നമ്പർ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കും. സാധനമുണ്ട്, അവർ കരുതും ഇത് ജെന്യുവിൻ ആണെന്ന് കരുതും, അവർ പബ്ലിഷ് ചെയ്യും. അവർ നോക്കുമ്പോൾ ഇതെല്ലാം എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, UGC കേരളിസ്റ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിയാണെന്ന് കരുതി പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലോൺഡ് ലിസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഓരോ അപ്ഡേഷനിലും വ്യത്യാസം വരും. അടുത്ത അപ്ഡേഷനിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം മുമ്പ് ഞാൻ തന്നെ ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ജേണൽ ഞാൻ കാണിക്കാം. ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല, ഈ പറഞ്ഞ ക്ലോൺഡ് 1 എന്നുള്ള ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് 1 ക്ലോൺഡ് ലിസ്റ്റിൻ്റെ അകത്ത് വരാത്ത ഒരു ജേണല് ഫേക്കാണെന്നൊരു സംശയം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം. അപ്പൊ ഇതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതിൻ്റെ അകത്തുള്ള പേരുകൾ മനസ്സിലാക്കുക. അതിന്റെ ഈ പറഞ്ഞ 2 വെബ്സൈറ്റും ഒക്കെ നോക്കി എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. സംബോധി, ഇതൊക്കെ ഇപ്പൊ ലൈവായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് പുരാകല, ഇതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ ഇംഗ്ലീഷിൽ തന്നെയാണ് അതിന്റെ ക്ലോണ്ടും വന്നിരിക്കുന്നത്. മറ്റതിന്റെ നോക്കിയാൽ പലതിന്റെ ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി ലാംഗ്വേജിലൊക്കെയാണ് ഒറിജിനൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലാണ് ഇതൊക്കെ ഇപ്പൊ ലൈവായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. സംബോധി, സർവധാര, സഭ, ഇതെല്ലാം ഇപ്പം ലൈവായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വെസ്ലിയൻ ജേണൽ ഓഫ് റിസർച്ച്, ഇതെല്ലാം ഇപ്പൊ നിലവിൽ ഈ ദിവസങ്ങളിൽ പോലും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജേണൽസ് ആണ്. അപ്പൊ അതിന്റെ ഒറിജിനലും പ്രിഡേറ്ററിയും കണ്ട് മനസ്സിലാക്കുക. ഇതാണ് അതിന്റെ ഒറിജിനൽ ജേണൽസ്. ഇത് നോക്കുക, ഇതിപ്പം 2019 ശേഷം ഇവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. 2019 ജൂണിലാണ് ഇതിന്റെ ലാസ്റ്റ് ഇഷ്യൂ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ മാസവും ഈ ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ ക്ലോൺഡ് ജേണല്. ISBനും എല്ലാം ശരി, ISSനും എല്ലാം ശരിയായിരിക്കാം. ഇതാണ് 2020 പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇത് 2019 വരെ അവരുടെ വെബ്സൈറ്റിലുള്ളൂ. 2020 അതിൽ പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇത്.
ഇതിപ്പം നമുക്കൊരു ഒരു പിന്നെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനും അത്യാവശ്യം ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ജേണൽ സുഖമായിട്ട് എങ്ങനെ ഇറക്കാം. ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രിന്റ് ജേർണലിസ്റ്റിന്റെ, ഇതിപ്പോ നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക, പ്രിന്റ് ജേർണലിസ്റ്റിന്റെ ആണ് ക്ലോൺഡ് ജേർണൽസ് കൂടുതലും വന്നിരിക്കുന്നത്. ഇതെല്ലാം പ്രിന്റ് ജേർണൽസ്, ISSN മാത്രമേ ഉള്ളൂ. ഈ ISSN ഒന്നിനും തന്നെ ഇല്ല. നോക്കുക, എല്ലാത്തിനും ISSN മാത്രമേ ഉള്ളൂ. ഈ ISSN ഇല്ല. ഈ ISSN ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരെ സൈറ്റിൽ പോകാനും കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇത് പ്രിന്റ് ജേണൽ ആയി കഴിയുമ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മൾ അതുപോലെ വെബ്സൈറ്റും ഒക്കെ നോക്കിയാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരിപ്പോൾ പ്രിന്റ് ജേണൽസ് ആണ് ഇപ്പോൾ അവർ കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ആർട്ടിക്കിളിന്റെ കാര്യം പറഞ്ഞു. ഇത് ജേണൽ ഓഫ് ഓറിയന്റൽ റിസർച്ച് മദ്രാസ്. ഇത് ക്ലോൺഡ് ലിസ്റ്റിൽ വന്നിട്ടില്ല. ജേണൽ ഓഫ് ഓറിയന്റൽ റിസർച്ച് മദ്രാസ്, അത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ജേർണലിസ്റ്റിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാവരോടും പ്രത്യേകം പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് ജേർണലിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. കാരണം പല വെബ്സൈറ്റുകളും സെയിം ലേഔട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഏജൻസ് ഒക്കെ തന്ന് നമ്മളെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആ ലിങ്കിൽ നിന്ന് തന്നെ പോവുക. ഇവിടെ പേപ്പർ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് പേപ്പർ സബ്മിറ്റ് ചെയ്യുക. ഈ രീതിയിൽ സെർച്ച് ചെയ്ത് വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പൊ നമ്മുടെ അടുത്തൊരു വെബ്സൈറ്റ് ഒരു ജേണൽ ശരിയാണ്, അത് കേരളത്തിലുണ്ടോ അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസിലുള്ളതാണോ സ്കോപ്പസിലുള്ളതാണെന്നൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ വെബ് ഓഫ് സയൻസിലുള്ളതാണ്, വെബ് ഓഫ് സയൻസിൽ സെർച്ച് ചെയ്യുക, ISSN നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക, സെർച്ച് ചെയ്യുക. അവിടുന്ന് തന്നെ വെബ്സൈറ്റിലേക്ക് പോവുക. ഇനി ഞാൻ ഒരു ജേണലിന്റെ വെബ്സൈറ്റ് കാണിക്കാം. സ്ട്രാഡ് റിസർച്ച് എന്ന് പറഞ്ഞൊരു ജേണൽ. ഇത് സ്ട്രാഡ് റിസർച്ച് UGC ഗ്രൂപ്പ് 2-ൽ അവൈലബിൾ, വെബ് ഓഫ് സയൻസിലുള്ളതാണെന്നൊക്കെ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഇഷ്യൂസ്, ആർക്കൈവ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇവർ ഇതിന്റെ വെബ്സൈറ്റിൽ ഇതെങ്ങനെയാണ് ഈ ജേണൽ വെബ് ഓഫ് സയൻസിൽ ഉണ്ടോ എന്ന് നോക്കുന്നതെന്നുള്ളതിന്റെ ഒരു വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ട പോലെ വെബ് ഓഫ് സയൻസിൽ പോകുന്നു, ISSN നമ്പർ കൊടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു. അതിന്റെ ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ചെറിയ സമയം എടുക്കുന്നുണ്ട്, അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കയറി നോക്കിക്കൊള്ളുക. അപ്പൊ ആ വീഡിയോയിൽ കൃത്യം ഇവിടെ ഈ രീതിയിൽ സെർച്ച് ചെയ്യുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വെബ് ഓഫ് സയൻസിൽ വരുന്നു, ISSN നമ്പർ അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു. ഇത് സ്ട്രാഡ് വെബ് ഓഫ് സയൻസിൽ അവൈലബിൾ ആണ്. ആ വീഡിയോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് സ്ലോ ആയതുകൊണ്ട് വരുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലുണ്ട്, അതുകൊണ്ട് ഇതൊന്നെല്ലാം ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ വീഡിയോയും കൊടുത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരാൾ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു, കയറി നോക്കിക്കോളാൻ പറയുന്നു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും വെബ് ഓഫ് സയൻസിൽ പോകുന്നു, സെർച്ച് ചെയ്യുന്നു, സ്ട്രാഡ് ഇവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ആൾക്കാർ അതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യും. പക്ഷെ അതൊരു ഫേക്ക് ജേണലാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കുക. ലോഗിൻ ചെയ്തിട്ട് നോക്കി കഴിയുമ്പോൾ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ഇതിന്റെ കാറ്റഗറി നോക്കുക. കാറ്റഗറി മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സിലാണ് ഈ ജേണൽ പബ്ലിഷ് ചെയ്യുന്നത്.
പക്ഷെ നമ്മുടെ ആർട്ടിക്കിൾ ഇതിനകത്ത് പബ്ലിഷ് ചെയ്ത് വരുന്ന മലയാളത്തിൽ വരെ പബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, മറ്റേ സബ്ജക്റ്റിലാണെങ്കിൽ കൊമേഴ്സ്, എല്ലാ സബ്ജക്റ്റിലുള്ള ആർട്ടിക്കിൾ ഇതിൽ പബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ജെന്യൂൻ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ സൈറ്റിൽ പോവുക, അതിന്റെ കാറ്റഗറി, അതിന്റെ സബ്ജക്ട്. സാധാരണ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാലും നല്ല ജേർണൽസ് എല്ലാം ഏതാനും ചില മേഖലകൾ അതിനകത്ത് കാണിച്ചിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ പോയി നോട്ട് ചെയ്യുക. മിക്കവാറും ജേർണൽസിന്റെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടാണ്. ഈ ജേർണലിന്റെ കൊടുത്തിട്ടില്ല, പക്ഷെ ഇത് ഞാൻ കാണിക്കാം. ഇത് ഗ്രൂപ്പ് 2-ൽ ക്ലോൺഡ് ലിസ്റ്റിൽ വരുന്ന ജേർണൽസിന്റെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഈ രീതിയിൽ വെബ് ഓഫ് സയൻസിലും സ്കോപ്പസിലുമുള്ള ജേർണൽസിന്റെ ക്ലോൺഡ് ജേർണൽസിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക. ഓരോ ജേർണൽസിന്റെ പേര് സഹിതം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന്റെ പേരും ഒക്കെ നമ്മൾ ഫെമിലിയർ ആയിരിക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് അതിന്റെ ഒറിജിനൽ ജേർണലിന്റെ സൈറ്റ്. ഇതാണ് ഇത് UK നിന്ന് പബ്ലിഷ് ചെയ്യുന്ന 1956 മുതൽ മറ്റോ പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേർണലാണ് ദ സ്ട്രാഡ് എന്ന് പറഞ്ഞത്. ഇതിന്റെ അതേ പേരിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇത്. സെയിം ISS നമ്പറാണ്. ഇതുണ്ട്. ഇതിന്റെ അത് മുമ്പ് പറഞ്ഞ ഇമ്പാക്ട് ഫാക്ടർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6.1 എന്നൊക്കെ പറഞ്ഞ് ഇമ്പാക്ട് ഫാക്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണെന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല നമുക്ക്. പക്ഷേ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വെബ് ഓഫ് സയൻസിലായതുകൊണ്ട് ഇമ്പാക്ട് ഫാക്ടർ നമുക്ക് ആ ജേർണലിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ ജേർണൽ സൈറ്റേഷൻ റിപ്പോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ജേർണലിന്റെ പേരും എത്രയാണ് അതിന്റെ കറക്റ്റ് ഇമ്പാക്ട് ഫാക്ടർ എന്നുള്ളത് ഒറിജിനൽ ജേർണലിന്റെ നമുക്ക് കിട്ടും. ഇത് പക്ഷെ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒറിജിനൽ സൈറ്റ്. ഈ രീതിയിൽ ഒരുപാട് ജേർണൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ അകത്ത് ഉള്ളതും ഇല്ലാത്തതും കാണും. ഞാൻ മുമ്പേ ഒരു ജേർണലിനെ കാണിച്ചു, ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതുപോലെ പല ജേർണൽസിന്റെയും കാണും. നമുക്ക് ഓരോ ആർട്ടിക്കിളൊക്കെ നമ്മുടെ കിട്ടുമ്പോഴാണ് നമ്മൾ ഇത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ ആർട്ടിക്കിളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യുന്നതിന് നമ്മൾ കോളേജിൽ പറയുക, നമ്മളിത് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കോളേജിൽ അനൗൺസ് ചെയ്യുക. UGC കെയർ ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്യുന്ന കേരളത്തിൽ പെട്ട ജേർണൽസിൽ പബ്ലിഷ് ചെയ്യാൻ ലൈബ്രറി എന്നുള്ള നിലയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കോളേജിൽ നമ്മൾ എല്ലാവരെയും അറിയിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് 2-3 പേരെ സജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആൾക്കാരൊക്കെ അറിയും, ഇവന് ഇതിനെക്കുറിച്ച് അറിയാം എന്നൊരു ധാരണ വരും. അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് വരാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഗ്രൂപ്പ് 2-ൽ ഉള്ള ഒന്നാണ് സ്കോപ്പസ്. സ്കോപ്പസ് സെർച്ച് ചെയ്യുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ ISS നമ്പറോ പബ്ലിഷറോ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ സബ്ജക്റ്റ് കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ ലൈബ്രറി സയൻസിൽ ഗ്രൂപ്പ് 1-ൽ 20 ജേർണൽസ് ഉണ്ട് ലൈബ്രറി സയൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ഗ്രൂപ്പ് വെബ് ഓഫ് സയൻസിൽ നമ്മുടെ സബ്ജക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടാണ് 168 ജേർണൽസ് ലൈബ്രറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വെബ് ഓഫ് സയൻസിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 168 ജേർണൽസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ നോക്കുക. നമ്മൾ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ജേർണൽസ് ഒക്കെ നമ്മൾ പരിഗണിച്ച് അതിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സ്കോപ്പസിൽ നമുക്ക് പല രീതിയിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സബ്ജക്റ്റ് ഏരിയ ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. 307 ജേർണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് സ്കോപ്പസിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കോളേജിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്ര ജേർണൽ ഉണ്ട്, ഇങ്ങനെയുള്ളതിന്റെ ഒരു ലിസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു സർവീസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റൊക്കെ ഏകദേശം നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിസ്റ്റൊക്കെ ഏതാണ്ട് പ്രിപ്പയർ ചെയ്ത് ഒരു ഫൈനൽ സ്റ്റേജിലെത്തി. അപ്പൊ നമ്മൾ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് അവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. അപ്പൊ അതെല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ സെർച്ച്, അതുപോലെ ISS നമ്പർ കൊടുത്ത് ഇവിടെ സെർച്ച് ചെയ്യാം. ഇതും സെയിം തന്നെ. നമ്മൾ ISS അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുന്നു.
ഗ്ലോബൽ ബിസിനസ് റിവ്യൂ ജേണൽ സെർച്ച് ചെയ്തു, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അപ്പൊ നമ്മൾ അതിന്റെ സൈറ്റ് സ്കോറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ജേണൽ സൈറ്റേഷൻ റിപ്പോർട്ടിൽ വരുന്ന ഇമ്പാക്ട് ഫാക്ടർ ആണ്. സ്നിപ്പ് സ്കോപ്പസിന്റെ തന്നെ ഒരു പാരാമീറ്റർ ആണ്. അതുപോലെ സൈറ്റ് സ്കോർ. ഈ 3 ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് ഒരു ജേണലിന്റെ കാണാവുന്നതാണ്. നമ്മൾ സൈമാഗോ ജേണൽ റാങ്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേ സെയിം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രസന്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യാവുള്ളൂ. ചിലത് 2002, 2020 എന്നൊക്കെ കാണിച്ചിട്ടാണ്, അവിടെ വെച്ച് അതിന്റെ കവറേജ് കട്ടായിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രസന്റ് എന്ന് കാണിക്കുന്നത് മാത്രമേ നമ്മൾ പബ്ലിഷ് ചെയ്യാവുള്ളൂ. ചിലപ്പോൾ 20 എന്ന് കാണിച്ചാലും ചിലപ്പോൾ പിറ്റത്തെ വർഷം അത് കയറി വന്നെന്ന് വരാം, പക്ഷെ നമുക്കൊരു ഉറപ്പില്ല. പ്രസന്റ് എന്ന് കാണിക്കുന്നതിൽ മാത്രം പബ്ലിഷ് ചെയ്യാൻ ടീച്ചേഴ്സിനോട് പറയുക. അതുപോലെ നമ്മളും ആ രീതിയിൽ ചെയ്യുക. ഇവിടുന്ന് ജേണൽസ് ഞാൻ ആദ്യം 3 കേസിലും ഞാൻ പറഞ്ഞു, ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ൽ വെബ് ഓഫ് സയൻസിലും സ്കോപ്പസിലും ഈ സെർച്ച് ചെയ്യുന്നിടത്ത് തന്നെ ജേണലിന്റെ ഹോം പേജിലേക്ക് പോവുക. കാരണം സെയിം പാറ്റേണിൽ സെയിം ലേഔട്ടിൽ വേറെ പബ്ലിഷ് ചെയ്യുന്ന കാണും, URL ഒക്കെ മാത്രമേ വ്യത്യാസം കാണുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇവിടുന്ന് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുക. അപ്പം ഈ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് ക്ലോണ്ടൽ ജേർണലിസ്റ്റിന്റെ ലിസ്റ്റ് നോക്കുക. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു ജേർണൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വെബ്സൈറ്റിലൊക്കെ പോയി ഇത് ജെന്യൂൻ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇവിടുന്ന് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലേക്ക് കൃത്യമായിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ കൃത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇനി ആർക്കൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ, അല്ലെങ്കിൽ സംശയമല്ല, നമുക്കൊരു ഡിസ്കഷൻ രീതിയിൽ ചെയ്യാം. കാരണം എന്നെക്കാളും ഈ കാര്യങ്ങളിൽ എന്നെക്കാളും അറിവുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചേർന്നൊരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാൻ ഇത്രയാണ് ഉദ്ദേശിച്ചത്. ജോവിൻ സാറേ. ഹലോ കേക്കാവോ സാറേ? കേൾക്കാം. സാറ് പറഞ്ഞില്ലേ നമ്മൾക്ക് മെമ്പർഷിപ്പ് ID എടുക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റി ചെന്ന് എല്ലാവരും എടുക്കണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഇപ്പൊ നമ്മള് MG റീജിയനുള്ള എവിടെ വേണേ എടുക്കാം. ഞാനന്ന് നമ്മള് കോഴിക്കോട് റിഫ്രഷർ കോഴ്സിന്റെ സമയത്ത് ഞാൻ എടുത്തതാ. പക്ഷെ എന്റെ അത് പോയി സാറേ. അത് പോയെങ്കിൽ ഒന്ന്. അപ്പൊ നമ്മൾ ഇനി MGയുടെ ലൈബ്രറി ചെന്നാ പറ്റുമോ? മതി. MGയുടെ ലൈബ്രറി ചെന്നാൽ മതി. അത് ലൈബ്രറി ചെല്ലണമെന്നില്ല. അവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പരിചയക്കാരൻ പാസ്വേഡ് അങ്ങ് അയച്ചു കൊടുത്താൽ മതി, അവർ ലോഗിൻ ചെയ്താലും മതി. എന്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി. മറന്നുപോയെങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ ഇവിടെ സ്കോപ്പസിൽ വന്ന് ഇവിടെ നമ്മുടെ ഫോർഗറ്റ് പാസ്വേഡ് കൊടുക്കുക. ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ മെയിലിലേക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. റീസെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുക. ആരെങ്കിലും വിളിച്ചു പറയുകയോ ചെയ്ത് എല്ലാവരും ഉറപ്പായിട്ടും എടുക്കണം. കാരണം നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യണം. യൂസർ നെയിമും മറന്നുപോയവരുണ്ട്. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? മെയിൽ ഐ ഡി ആയിരുന്നോ? മെയിൽ ഐ ഡിയാ. ഓക്കെ. ശരി. നമ്മൾ അവിടെ നിന്ന് എടുത്തല്ലേ? അതെ നമ്മൾ എടുത്തതാ. അല്ല, മിസ് എന്നാ കാലിക്കട്ടീന്ന് എടുത്തതല്ലേ? അതെ ഞാനും എടുത്ത, പക്ഷെ ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ ഫോർഗറ്റ് പാസ്വേഡ് വെച്ചെടുക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ജോയിൻ സാറേ, നമ്മൾ UGC കെയർ ലിസ്റ്റിൽ ലോഗിൻ ചെയ്ത് കയറണമെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയല്ലോ? ഇമെയിൽ അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെറുതെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. ഗൂഗിളില് UGC കെയർ ലിസ്റ്റ് എടുക്കുക, ഇവിടെ രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. മറ്റുള്ളവർക്ക് ചോദ്യം ചോദിക്കാട്ടോ. നമ്മള് പറഞ്ഞിരുന്നു 2 തൊട്ട് 3 മണി വരെയാണ്. ശരി. ഡിസ്കഷൻ 3 മണി വരെയാണ്. ചോദ്യം ചോദിക്കാനല്ല, വളരെ നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അല്ല, സാധാരണ നമ്മള് UGC കെയറിന്റെ കുറെ ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പൊതുവെ അവര് കുറെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചിട്ട് അങ്ങനെ ഒരു
പ്രസന്റേഷൻ ആ പൊതുവെ നടക്കുന്നത്. പക്ഷെ ജോബിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോബിന് ഇത് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന കാര്യമാണ്. അപ്പം എക്സ്പീരിയൻസ് നമുക്ക് ക്ലാസ്സിൽ ഒബ്വിയസ് ആയിരുന്നു, നല്ലതായിട്ട് ഞാൻ കാണാൻ എല്ലാ പറ്റി. ആഴ്ചയിലും അല്ല സാറേ, എല്ലാ ദിവസവും തന്നെ എനിക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടി വരുന്നുണ്ട്. ഓ അതെ, കാരണം അല്ല ആരെങ്കിലും അത് നമുക്ക് ഈ ടീച്ചേഴ്സ് ക്ലാസ്സിൽ മനസ്സിലാവും, ആ അയച്ചു തരുമോ എക്സ്പീരിയൻസ് ചെയ്ത്. ക്ലാസ്സിൽ മനസ്സിലാവുന്നുണ്ട്. നല്ല ക്ലാസ് പിന്നെ ആയിരുന്നു. നമുക്കൊരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഇത് കണ്ടുപിടിക്കാനൊക്കെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് അങ്ങനെ തപ്പിയൊക്കെ പോകും. അങ്ങനെയൊക്കെ ഒരു താല്പര്യം ഉള്ളത് ഓക്കെ കൊണ്ട് അങ്ങനെ ജോബിനെ നോക്കാറുണ്ട്. ഓക്കെ ഒരു സംശയം ചോദിച്ചേ. ജോബിനെ, ആ. നമ്മുടെ ഇന്ത്യൻ ജേണൽ ഓഫ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഇന്ത്യൻ ജേണൽ ഓഫ് ഫിനാൻസ്, നമ്മുടെ മീനാക്ഷി ഗിലാനി അവരുടെ ഉണ്ടല്ലോ, അത് അതെല്ലാം സ്കോപ്പസിലുണ്ട്. സ്കോപ്പസ്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ ജേണൽ ഓഫ് മാർക്കറ്റിംഗ് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ആ ചാനലല്ലാന്ന് തോന്നുന്നു. കാരണം അവരുടെ പബ്ലിഷർ കൊടുത്തേക്കുന്നത് വേറെ പബ്ലിഷറാണ് കൊടുത്തേക്കുന്നത്, സ്കോപ്പസിൽ കാണുന്നത്. നോക്കിയായിരുന്നോ അത്? ഇന്ത്യൻ ജേണൽ ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്, ഞാനും നോക്കിയാണ്. സ്കോപ്പസിൽ കയറി നോക്കിയപ്പോഴും ഇന്ത്യൻ ജേണൽ ഓഫ് മാർക്കറ്റിംഗ് പറഞ്ഞാൽ കിടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ പബ്ലിഷർ എടുക്കുമ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് അല്ല കാണിക്കുന്നത്. അതിന്റെ സൈറ്റിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല. പബ്ലിഷർ അസോസിയേറ്റഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതാണ്, അവരല്ലല്ലോ ശരിക്കും ചെയ്യുന്നത്. അതൊന്ന് നോക്കണം, അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. ഞാനത് നോക്കിയപ്പോ നമ്മളുടെ ഇവരുടെ പബ്ലിഷിംഗ് ഡീറ്റെയിൽസിൽ അങ്ങനെ ഒരു പബ്ലിഷറിന്റെ പേരേ ഇല്ല. കാരണം ഇവരുടെ ഇൻവോയ്സിലോ അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലോ ഒന്നും ഇല്ല അങ്ങനെ ഒന്നും. ഇന്ത്യൻ ജേണൽ ഓഫ് ഫിനാൻസ് ഉണ്ടോ? ഇന്ത്യൻ ജേണൽ ഓഫ് ഫിനാൻസ് നോക്കിയിട്ടും ഞാൻ അങ്ങനെ കണ്ടിരുന്നു. നോക്കി ഞാൻ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ നോക്കിയത്. പിന്നെ പ്രബന്ധൻ ഉണ്ട്, അതും ഇവര് സ്കോപ്പസിലൊക്കെ ഇൻഡെക്സ് ചെയ്തേക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ ഇന്ത്യൻ ജേണൽ ഓഫ് ഫിനാൻസ്, അത് സെയിം സാധനം തന്നെയാ. ഇതുണ്ട്, ഇതും അത് തന്നെയാ. ചിലപ്പോ പബ്ലിഷർ ഇതായിരിക്കും. പ്രബന്ധൻ ഒന്ന് കൊടുത്തോക്കി. പ്രബന്ധൻ ഇന്ത്യൻ ജേണൽ ഓഫ് മറ്റേ മാനേജ്മെന്റ്. ജേണൽ ഓഫ് മാനേജ്മെന്റ് അല്ലേ? അതെ. ഇവരുടെ സൈറ്റിൽ കയറുമ്പോൾ അങ്ങനെ ഒരു പബ്ലിഷറുടെ ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല. SCMS ഉണ്ട് കേട്ടോ, അത് സ്കോപ്പസിലുണ്ട്. ഇതല്ലേ പ്രബന്ധനം ഉണ്ട് സാറേ, അത് തന്നെയാണ്. ഓക്കെ. അവരുടെ പബ്ലിഷറുടെ ഡീറ്റെയിൽസ് അതായിരിക്കും അല്ലേ? അസോസിയേറ്റഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ ഇപ്പൊ ഇതുമായിട്ട് ചർച്ച ചെയ്യാത്ത മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോ ഒരു ജേണൽ, ഇപ്പൊ നമ്മളെ ഒരു ജേണലിൽ ടീം വിളിച്ചിരുന്നേ. അപ്പൊ അവര് നമ്മളോട് അതിന്റെ അകത്ത് അഡ്വൈസറി മറ്റേ എഡിറ്റോറിയൽ ബോർഡ് ആവാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നു. അവർ അയച്ചു തന്നു. അവരുടെ ഫസ്റ്റ് ഇഷ്യൂ മറ്റേ നമ്മളുടെ ഗൂഗിൾ സ്കോളറിലൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഇൻഡെക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന, വേറെ പ്രിഡേറ്ററി ഒന്നല്ല, മീൻസ് കാശൊന്നും വാങ്ങിക്കുന്നില്ല. ഈ ISSN ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പീർ റിവ്യൂഡ് ജേണൽസ് ഉണ്ട് സാറേ. കിട്ടിയിട്ടുണ്ട്. കയറാൻ പറ്റാത്ത ഒരുപാട് ജേണൽസ് ഉണ്ട്. നമ്മുടെ പല കോളേജുകളും പബ്ലിഷ് ചെയ്യുന്ന, ഇപ്പം നമ്മുടെ രാജഗിരി കോളേജിന്റെ 2 നല്ല ജേണൽസ് ഉണ്ട്. അതുപോലെ ഒരുപാട് കോളേജിന്റെ നല്ല ജേണൽസുകളുണ്ട്. അതൊന്നും കേരളത്തിൽ കയറാൻ പറ്റാത്ത ഒരുപാട് ജേണൽസ് ഉണ്ട്. അപ്പൊ ഇത് കേരളത്തിൽ കയറാനുള്ള ഒരു ഇത് ആ ബേസിക് ഫോർമാറ്റ് അവർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്ലൈ ചെയ്യാനുള്ളത്. അത് കാണിച്ചിട്ടില്ലേ? അത് നിങ്ങളുടെ കോളേജിലുള്ള ജേണൽസ് നമുക്ക് ഇതിലേക്ക് കേരളത്തിൽ വരുത്താൻ വേണ്ടി ഇവിടെ സബ്മിറ്റ് ന്യൂ ജേണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അതിന്റെ സബ്മിഷൻ ഫോം ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് അതിലേക്ക് കേരളത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ്. കേരളത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നടക്കുന്നില്ല. അതിനെന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ? ജോബിൻ സാറേ, അത് കെയർ ലിസ്റ്റിൽ വേണമെങ്കിൽ 2 കൊല്ലോ 3 കൊല്ലോ എങ്ങാണ്ട് കൃത്യമായിട്ട് അതിന്റെ ജേർണൽ പബ്ലിക്കേഷൻ ഉണ്ടാവണമെന്ന് അങ്ങനെ എന്തോ നിയമം ഉണ്ടല്ലോ ജാസിം സാറേ? അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറെ. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ കാണിക്കാവേ. ഈ പറഞ്ഞ ഈ ഗ്രൂപ്പ് 1 ഈ ക്ലോൺഡ് ലിസ്റ്റിലൊക്കെ വന്നിരിക്കുന്ന, ഈ ഗ്രൂപ്പ് 1 ഈ ക്ലോൺഡ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന പല ജേണൽസും ഒരു കൃത്യമായ ഒരു പീരിയോഡ് അങ്ങനെ പോലും പബ്ലിഷ് ചെയ്യുന്ന സാധനങ്ങളല്ല. പല പ്രിന്റ് ജേണൽസും ലോക്കലായിട്ട് പബ്ലിഷ് ചെയ്യുന്ന പല ജേണൽസും, അതിന്റെയൊക്കെ നമുക്ക് അതിന്റെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതിനൊക്കെ പലതിനും സൈറ്റ് ഇല്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് നല്ല ജേണൽസ്, എനിക്ക് നോർത്തിൽ നിന്നുള്ള ഒരുപാട് ജേണൽസ് ഇതിന്റെ അകത്ത് പ്രിന്റ് ജേണൽസ് കയറി വന്നിട്ടുണ്ട്. ആ പേരിലൊക്കെയാണ് നമ്മുടെ ഇവിടെ പല ഈ പറഞ്ഞ ഫേക്ക് ജേണൽസ് പലത് പറയുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ പിടിപാടുകൾ ഉണ്ടെങ്കിൽ കയറാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? അതല്ല എന്റെ അടുത്ത് മനസ്സിലാക്കാവുന്നത്. സത്യത്തിൽ ഞാൻ അത് തന്നെ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ക്വാളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ജേണലാന്ന് പോലും തോന്നിയാൽ സാധനമൊക്കെ ഇതിന്റെ ഉണ്ട്. അല്ല, അതെങ്ങനെയായിരിക്കും അവരപ്പോ കേരളത്തിൽ കയറ്റിയിരിക്കുക?
അത് സർക്കാർ തലത്തിലൊക്കെ ആയിരിക്കും, അറിയത്തില്ല. എന്തെങ്കിലും അതിനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. കാശ് ചെലവാക്കിയാലും പിന്നെ ഭരിക്കുന്ന അങ്ങനെയൊക്കെ ചില മാനദണ്ഡങ്ങളൊക്കെ കാണും. ജാസിമ അതിന്റെ അകത്ത് കൂടുതലും നോക്കിയാലേ ഏകദേശം ഗുജറാത്ത് ആ ഒരു ഏരിയ എന്നുള്ള സാധനങ്ങളാണ് കൂടുതലും കയറി വന്നിരിക്കുന്നത്. അല്ല, എനിക്ക് പരിചയമുള്ള ഒരു മലയാളി ഒരു ആളുണ്ട്, പുള്ളി ഒരു ജേണൽ എഡിറ്ററാണ്. പുള്ളി എങ്ങാണ്ട് 1.5 ലക്ഷം രൂപ എങ്ങാണ്ട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു ലിസ്റ്റിൽ. അത് ഈയിടെ നമ്മുടെ ഇവിടെ ഒരു ടീച്ചറിനോട് ആരോ ഇങ്ങനെ പൈസ നമ്മുടെ ഒരെണ്ണം കയറ്റ, അത് നിങ്ങൾ ജേണൽ ചെയ്തോ കയറ്റിത്തരാന്ന് പറഞ്ഞൊരു ടീച്ചർ ഈയിടെ വന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഈ ലിസ്റ്റ് വന്ന ശേഷം പ്രിഡേറ്ററി പബ്ലിഷിംഗ് ആക്ച്വലി കൂടുകയല്ലേ ചെയ്തത്? കൂടുക ചെയ്തേക്കുന്നത്. പ്രിഡേറ്ററി അല്ല സാറേ, ശരിക്കും പ്രിഡേറ്ററി എന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ സാധനമൊക്കെ എയറില്ല, ഇത് എവിടെയാണെന്ന് അറിയത്തില്ല. പ്രിഡേറ്ററി എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റ് ഒരു ജേണലും ഉണ്ടല്ലോ, മറ്റേന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആ പേരിൽ തന്നെ എവിടുന്നോ അടിച്ച് പേപ്പർ ഇങ്ങോട്ട് അടിച്ച് കയ്യിലോട്ട് തരാം. സാറ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടോളെ തന്നെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലിസ്റ്റ് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതെ, ഈ ലിസ്റ്റ് ആണ് ആക്ച്വലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ എയറിൽ നിൽക്കുന്ന ജേണൽസ് തുടങ്ങാനുള്ള ആൾക്കാർക്ക് പ്രേരണയാകുന്നത്. അതെ, അല്ല നേരത്തെ ആൾക്കാർ പ്രിഡേറ്ററി ജേണല് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. അതൊക്കെ ഒരു ജേണലിന് ഒരു സൈറ്റ് എങ്കിലും ഉണ്ടെന്ന് കൂട്ടാം. ഇതിപ്പോ ഒന്നുമില്ലാതെ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു നെറ്റ്വർക്ക് ആണെന്ന് തോന്നുന്നു. മറ്റേ എന്താണ് നമ്മുടെ മുക്ത ശബ്ദ ജേണല് നോക്കിയാലും ഈ പറഞ്ഞ പോലെ UGC കേരളിസ്റ്റിലേക്ക് തുടക്കത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവര്. കേരളിസ്റ്റ് മുക്ത ശബ്ദം ഉണ്ട്, പിന്നെ മറ്റേ വെസിലിയൻ ഇട്ടിട്ടുണ്ട്, പിന്നെ മറ്റേ ബുള്ളറ്റിൻ മോണമെന്റൽ എന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ എല്ലാത്തിനും വീഡിയോ ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഇത് ഞാനും എന്റെ അപ്പനും സുഭദ്ര എല്ലാം ചേർന്ന ഒരു നെറ്റ്വർക്കാണ് നടത്തുന്നത്. സംഭവം തന്നെയാ. അപ്പൊ ചുരുക്കി പറഞ്ഞ കാറ്റഗറി 1 പബ്ലിഷ് ചെയ്യണ്ട അല്ലേ? കാറ്റഗറി 1 പബ്ലിഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല സാറേ. ആ ഗ്രൂപ്പിൽ പോവുക, ആ ലിങ്ക് വഴി കയറി പബ്ലിഷ് ചെയ്യുക. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സാറിന്റെ പുള്ളിയുടെ PhD സ്റ്റുഡന്റ് ഒരു സാധനം ഈ വെസ്ലിയൻ എന്ന് പറയുന്ന ഫേക്ക് ജേണലിൽ പബ്ലിഷ് ചെയ്തു. അപ്പൊ ഞാനത് ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവർക്ക് മെയിൽ അയച്ചു, ഈ ഗൈഡ് അവർക്ക് മെയിൽ അയച്ചു, ഞാനത് റിട്രാക്ട് ചെയ്യുക, സംഭവം ഫേക്ക് ആണെന്ന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മറുപടി ഒന്നും വന്നില്ല. പുള്ളി എന്നിട്ട് ഈ വെസ്ലിയൻ എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ കയറി അവർക്ക് നേരിട്ട് ജേണൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ പബ്ലിഷ് ചെയ്തൊന്നും വന്നിട്ടില്ല. ജേണലിന്റെ സൈറ്റ് ഇതിന്റെ സെർച്ച് ചെയ്യുക, ആ വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അവരുടെ സൈറ്റിൽ പോവുക, അവിടുന്ന് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുക. ആ രീതിയിൽ ഒറിജിനൽ വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് കൃത്യമായി മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ല. ആരെങ്കിലും ഒക്കെ പത്രത്തിൽ എഴുതാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെ എക്സാമ്പിൾ ഒക്കെ കോട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നവർ ചെയ്താൽ കുറച്ചുകൂടി പഠന സമൂഹം ഉദ്ബുദ്ധരാവാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള സാറേ, ഉദ്ബുദ്ധരായാലും ഈ പറഞ്ഞ അടുത്ത കാലത്ത് ഒരു പാർട്ടി വിളിച്ച് ചോദിച്ചേ, പിറ്റേ ദിവസം പുള്ളിയുടെ വൈഫിന് ഒരു കോളേജിൽ ഇന്റർവ്യൂ ഉണ്ട്, നാളെ 2 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ എന്നെ മാർഗം. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും കൂടെ ഉള്ളത്. പൂർവ്വം ചെയ്യുന്നവരുമുണ്ട്, അബദ്ധം പറ്റുന്നവരുമുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ഇതെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത് വരുന്ന ആർട്ടിക്കിളൊക്കെ ജെന്യൂൻ ആണോ, അല്ലെങ്കിൽ ജേണലൊക്കെ ജെന്യൂൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പാകത്തിന് എല്ലാവരും സമയമെടുത്ത് ഇതൊക്കെ എല്ലാം ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു. ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ല, അല്ല സോറി, ഡൗട്ട്സ് അല്ല, ഡിസ്കഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ടോണി സാർ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും അഭിപ്രായം ടോണി സാർ പറഞ്ഞത് തന്നെ ആയിരിക്കും. വളരെ ഭംഗിയായിട്ട്, വളരെ ഞാൻ ആദ്യം മുതൽ പറയുന്ന പോലെ ലളിതമായിട്ട് തന്നെ ജോബിൻ സാർ മാക്സിമം അവതരിപ്പിച്ചു. ടോണി സാറെ, ഈ എന്താ മാണിക്യത്തെ കണ്ടെടുത്തത് ഞാനാണ് കേട്ടോ, അപ്പൊ ഒരു താങ്ക്സ് എനിക്കും കൂടെ തന്നേരും കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മുടെ ഇടയിൽ ഇനി എന്നെ എല്ലാവർക്കും അറിയാവുന്ന, അതുകൊണ്ട് എന്നാ പറഞ്ഞാലും ജോബിൻ സാറേ, ഇതിനെ എത്രയോ നാൾ മുമ്പ് UGC കേരള വീഡിയോ ചെയ്തല്ലേ? അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഇത്രയും ചെറിയാൻ സാർ ഇതിനെ കുറിച്ച് അത്യാവശ്യം സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുള്ള സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ പറയാൻ വന്നത് ജോബിൻ സാർ പറയുന്നതിന്റെ അപ്പുറം എന്ത് പറയാനാണ്? ജോബിൻ സാർ നല്ല സൂപ്പറായിട്ട് പറഞ്ഞില്ലേ.
സത്യം ഏറ്റവും പറഞ്ഞാൽ അവസാനം ഈ കാര്യത്തിലേ പറഞ്ഞു സാറേ. അല്ല, ഞാൻ ഈ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയം വരുമ്പോൾ സാറിനെ വിളിക്കാറുണ്ട്, ജാസ്മിനെ വിളിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് ജാസിം സാറ് ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. ജാസിം സാർ ഇപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് UGC കേരള ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട, സ്കോപ്പസിലോ വെബ് ഓഫ് സയൻസിലോ ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരു പോയിന്റ്. അത് തമ്മിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, ഈ UGC കേരള ലിസ്റ്റിൽ, അതായത് API ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ എല്ലാവരും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതില് സ്കോപ്പസിലോ വെബ് ഓഫ് സയൻസോ പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓഗ്മെന്റേഷൻ കിട്ടുള്ളൂ. അതായത് ഇമ്പാക്ട് ഫാക്ടർ ബേസിസിലുള്ള ഓഗ്മെന്റേഷൻ അപ്പോൾ മാത്രമേ കിട്ടുള്ളൂ. മറ്റേ UGC കേരള ലിസ്റ്റ് ഗ്രൂപ്പ് 1-ലാണെങ്കിൽ നമുക്ക് ഓഗ്മെന്റേഷൻ കിട്ടില്ല. അതായത് 25 മാർക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 10 മാർക്സ് ആണെങ്കിൽ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് എപ്പോഴും സ്കോപ്പസിൽ അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് ക്ലാരിവേറ്റ് അനലിറ്റിക്സ് അല്ലെങ്കിൽ തോംസൺ റോയിലേഴ്സ് എന്നൊക്കെ പറയുന്നവര് ഇന്ത്യയിൽ നിന്നുള്ള ജേർണൽസ് വളരെ കുറച്ചേ ഉള്ളൂ. അതൊരു വലിയ ഡിസ്കഷന്റെ മേഖലയാണ്. നമ്മളിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നതിനകത്ത് അർത്ഥം. പക്ഷെ അതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് സാധാരണ ഈ UGC കേരള ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. കാരണം അതാണ് കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേകത ഇതാണ്, അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് ഇതാണ്, നമുക്ക് അതിനകത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് കിട്ടൂല. ഇമ്പാക്ട് ഫാക്ടർ ബേസിലുള്ള ഓഗ്മെന്റേഷൻ നമുക്ക് കിട്ടൂല. അപ്പൊ ഇപ്പൊ ഈയിടെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു ഇന്റർവ്യൂ നടന്നപ്പോഴേ ഈ ഇമ്പാക്ട് ഫാക്ടറിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇമ്പാക്ട് ഫാക്ടർ, സൈറ്റ് സ്കോർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ പറഞ്ഞ പല ജേർണൽസിലും ഇമ്പാക്ട് ഫാക്ടർ ഇത്രയാന്നൊക്കെ പറഞ്ഞ് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പല ഏജൻസികളും പല ഇമ്പാക്ട് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിപ്പോർട്ടും ഒക്കെ എടുത്തുകൊണ്ട് ടീച്ചേഴ്സ് വരും, ഇത് കണ്ടോ ഇത്രയാണ് ഇമ്പാക്ട് ഫാക്ടർ, ഇത് ഇമ്പാക്ട് ഫാക്ടർ അല്ലേ, നിങ്ങൾ പറയുന്നതാണ് ഇമ്പാക്ട് ഫാക്ടർ, ഇങ്ങനെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വെബ് ഓഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും അതിനുള്ള ജേർണൽസിൽ കിട്ടുന്നതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സൈറ്റ് സ്കോർ ഈ പറഞ്ഞ പോലെ സ്കോപ്പസിൽ പബ്ലിഷ് ചെയ്യുന്ന ജേർണലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എല്ലാ ജേർണൽസിലും എഴുതി വെക്കാം വേണേ, സൈറ്റ് സ്കോർ, ഇമ്പാക്ട് ഫാക്ടർ എന്നൊക്കെ എഴുതി വെക്കാം. പക്ഷെ അത് അത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഇച്ചിരി മനസ്സിലാക്കിയിരിക്കും. എന്നാലേ ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പാക്ട് ഫാക്ടർ സാറ് പറഞ്ഞ പോലെ അതിനൊരു സാധ്യത ഉള്ളതുകൊണ്ട് അതിലൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ജോബൻ സാർ മുമ്പ് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഒരു മാനേജ്മെന്റ് ജേർണലിന്റെ സാറിന്റെ അടുത്ത് വന്നോന്ന് പറഞ്ഞില്ലേ, അത് തമാശ എന്ന് വെച്ചാൽ അതേ ആർട്ടിക്കിൾ ഇവിടെയും വന്നിരുന്നു. വരും സാറ്, കാരണം കേരളത്തിലുള്ള എല്ലായിടത്തും ഇതേ സെയിം സാധനം തന്നെയാണ്. അല്ല, അതേ ആർട്ടിക്കിൾ എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്ത് ഇങ്ങനെ ആയിരിക്കും സാറിന് വന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വേക്കൻസി വന്നപ്പോ അതേ ആർട്ടിക്കിൾ ഇവിടെയും വന്നിരുന്നല്ലേ. അതിനകത്ത് മുക്തിബോധ് ജേർണൽ ഉണ്ടായിരുന്നു. അതായത് ജാസിം സാർ മുമ്പ് പറഞ്ഞ മുക്തിബോധ്, മുക്തിബോധിന്റെ പ്രിഡേറ്ററി വെർഷൻ മുക്തിശബ്ദാണ്. മുക്തിബോധം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതിന്റെ പ്രിഡേറ്ററി മുക്തിബോധ് ജേർണലാണ്. അതായത് ജേർണൽ എന്നൊരു വാക്കും ഒരു ആഡ് ചെയ്യും. ISSN നമ്പർ ഒക്കെ കറക്റ്റ് ആണ്. അതെല്ലാം കറക്റ്റാ സാർ, ഒരുപാട്. അപ്പൊ എനിക്ക് തോന്നുന്നു ജോബിൻ സാർ മുമ്പേ പറഞ്ഞ ആ ഒരു പോയിന്റും കൂടെ എല്ലാവർക്കും ആവശ്യമായിരിക്കും. അതായത് ഇമ്പാക്ട് ഫാക്ടർ ഒരുപാട് വെർഷൻ ഉണ്ടല്ലോ, അത് ഇപ്പൊ സമയമില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അതുകൂടെ പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഇപ്പൊ ഇന്ത്യൻ ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട്, ഇന്ത്യൻ ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട്, ഗ്ലോബൽ ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട്. ഇതൊക്കെ വന്നത് കാണിച്ചു. അല്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താല് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് വരാനുള്ള ഒരു കാരണം തന്നെ ഈ 2010 UGC റെഗുലേഷന്റെ ഉള്ളില് ആക്ച്വലി ഇമ്പാക്ട് ഫാക്ടർ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, അല്ലെങ്കിൽ പിയർ റിവ്യൂഡ് ഈ ഡാറ്റാബേസിന്റെ പേര് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നീട് 2016 റെഗുലേഷൻ വന്നപ്പോഴാണ് ഇമ്പാക്ട് ഫാക്ടർ ബൈ തോംസൺ റോയിറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോ ഇതിങ്ങനെ ഒരു കേസൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യം പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ തോംസൺ റോയിറ്റേഴ്സിന്റെ ഇമ്പാക്ട് ഫാക്ടർ മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലെങ്കിൽ സോ കോൾഡ് ജേർണൽ ഇമ്പാക്ട് ഫാക്ടർ. ജേർണൽ ഇമ്പാക്ട് ഫാക്ടർ ആണ് നമ്മൾ ഇമ്പാക്ട് ഫാക്ടർ അല്ലെങ്കിൽ IF എന്നൊക്കെ പറയുന്നത്. അന്ന് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ജോബിൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്നുണ്ടെങ്കിൽ ജോബിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുശേഷം 100 ജോബിന്മാരുണ്ടാകുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ 2010 റെഗുലേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒരൊറ്റ ഇമ്പാക്ട് ഫാക്ടറേ ഉള്ളൂ. അതുകൊണ്ടാണ് UGC റെഗുലേഷനകത്ത് അത് സ്പെസിഫൈ ചെയ്യാത്തത്, തോംസൺ റോയിറ്റേഴ്സ്. 2016 അതിനുശേഷം ഒരുപാട്, അതായത് ഇതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കൊമേഴ്സ്യൽ വെഞ്ചേഴ്സ് ഈ ഇമ്പാക്ട് ഫാക്ടറുകൾ പല വേരിയേഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. അത് വന്നപ്പോഴാണ് 2016 റെഗുലേഷന്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ബൈ തോംസൺ റോയിറ്റേഴ്സിനും കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഇതിനിടയ്ക്ക് വന്ന കേസുകൾക്കകത്തൊക്കെ പലരും കോടതിയിൽ പറഞ്ഞത്
അങ്ങനെയായിരുന്നെങ്കിൽ 2010 റെഗുലേഷനകത്ത് എന്തുകൊണ്ട് തോംസൺ റോയിറ്റേഴ്സ് എന്ന് പറഞ്ഞില്ല എന്നാണ്. അപ്പൊ കോടതിയും വളരെ പർപ്പസ്ഡ് ആയി പോയി. ഇപ്പൊ MG യൂണിവേഴ്സിറ്റി ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. അവർ ഈ പ്രൊമോഷന്റെ അകത്ത് അത്ര സ്ട്രിക്റ്റ് അല്ലെങ്കിലും ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റുകൾക്കകത്ത് വളരെ സ്ട്രിക്റ്റാണ്. അതായത് ഈ തോംസൺ റോയിറ്റേഴ്സിന്റെ ഇമ്പാക്ട് ഫാക്ടർ മാത്രമേ അവരെ കൺസിഡർ ചെയ്യാറുള്ളൂ. ഒത്തിരി കേസുകൾ നടക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത്, ഹലോ ഓഡിബിൾ ആണോ? അതെ 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 അതെ. തിരുവനന്തപുരത്ത് ഞാൻ 2 കോളേജ്, പേര് ഞാൻ പറയുന്നില്ല, അപ്പൊ അവിടെ ഈ മുക്ത ശബ്ദക്കാരും പിന്നെ വെസ്ലിയാൻകാരും പോയി തോന്നുന്നു. അതിന്റെ ഏജന്റ്, നമ്മുടെ കേരളത്തിലെ ഏജന്റ് പോയിട്ട് അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ കണ്ടിട്ട് നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചാൽ മതി, ആർട്ടിക്കിൾസ് എല്ലാം ഇതുപോലെ UGC കേരള ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞിട്ട് 2 കോളേജുകാരെയും പറ്റിച്ചു. അവര് വളരെ വിപുലമായിട്ട് മറ്റേ വർക്ക്ഷോപ്പ് ബ്രോഷറൊക്കെ അയച്ചു. ഞാൻ നോക്കിയപ്പോൾ അതില് 83 റിസർച്ച് സ്കോളേഴ്സ്, നല്ല സ്റ്റഡീസ് ആണ് എല്ലാം പബ്ലിഷ് ചെയ്തത്. അത് ഇപ്പൊ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ IQAC ചീഫിന്റെ പേരൊക്കെ ഉള്ള പേപ്പർ ഉണ്ട്. എന്നിട്ട് ഒരു പേപ്പറിന് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് 3000 രൂപ വെച്ച് മേടിച്ചു. പിന്നെ പബ്ലിഷ് ചെയ്തതെങ്ങാണ്ട് 2000 രൂപ കൊടുത്തിട്ടാണ് ഓരോ പേപ്പർ പബ്ലിഷ് ചെയ്തത്. അതിൽ ഒരു കോളേജിലെ കോർഡിനേറ്റർക്ക് കാശില്ലാത്തതുകൊണ്ട് അയാള് ഇതെല്ലാവരെയും അറിയിച്ചു ഇത് ഫേക്ക് ജേണലാണെന്ന്. മറ്റേ കോളേജിലെ കോർഡിനേറ്റർ ലോൺ എടുത്തിട്ട് വേറൊരു എന്താണ് ക്രെഡിബിൾ ജേണലിൽ ഈ ആർട്ടിക്കിൾ എല്ലാം റീപബ്ലിഷ് ചെയ്തു. ഇത് നമ്മുടെ ഇവിടെ സംഭവിച്ചതാണ്. ഇപ്പൊ ഒരു 6 മാസം ആവുന്നുള്ളൂ സംഭവം. ഇതാണ് ഈ ജനുവരിയിലെ നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ തൊട്ട് മുമ്പ് നമ്മുടെ കോളേജില് ഈ സമ്പോധിക്കാർ വന്നായിരുന്നു. സമ്പോധി സമ്പോധിക്കാർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ കോൺഫറൻസ് നടത്താം. അപ്പൊ ഞാൻ ആദ്യം എന്നോട് ഒരു ടീച്ചർ ചോദിച്ചു സമ്പോധി എന്ന് പറയുന്ന ജേണൽ ഉണ്ടോ എന്ന് നോക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സമ്പോധി ഉണ്ട്. അപ്പൊ പറഞ്ഞ അവര് ഇങ്ങനെ, അപ്പം നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു കോൺഫറൻസ് കേസ് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടോ എന്ന് നോക്കി, ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ അവര് കോൺഫറൻസ് നടത്തും. അപ്പൊ ഈ സ്കോപ്പസ് കോൺഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഓർത്ത് അതുപോലെ ഇത് സംഭവം കുഴപ്പമില്ലാത്തതായിരിക്കും എന്ന് കരുതി പ്രിൻസിപ്പളിന്റെ ഒക്കെ അധ്യക്ഷതയിൽ മീറ്റിംഗ് ഒക്കെ നമ്മൾ കൂടി, റിസർച്ച് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഒക്കെ കൂടി. ഇതിങ്ങനെ അപ്പൊ അവര് 50 പബ്ലിക്കേഷൻ വെച്ചുള്ള വോളിയം, 50 കൂടുതലുണ്ടെങ്കിൽ രണ്ടാമതൊരു വോളിയം കൂടെ, അങ്ങനെ ഇഷ്യൂ കൂടെ ഇറക്കാം, അങ്ങനെ സ്പെഷ്യൽ ഇഷ്യൂ ആയിട്ട് ഇറക്കി തരാമെന്നും പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ ഈ പറഞ്ഞ പോലെ 3000 രൂപ. അപ്പൊ ഞാൻ നമ്മുടെ കൂടെ ഉള്ള 1-2 ആൾക്കാരോട് ഞാൻ പറയുകയും ചെയ്തായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, നമ്മൾ കോൺഫറൻസിൽ പേപ്പർ പ്രസന്റ് ചെയ്താൽ മതി, നമുക്ക് കേരളത്തിൽ പബ്ലിഷ് ചെയ്യാമെന്ന് ഞാൻ മോഹന വാഗ്ദാനമൊക്കെ കൊടുക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ ഇതിങ്ങനെ കയറി നോക്കി. ആ സമയത്താണ് മാർച്ച് മാസമായപ്പോ കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് കൃത്യം അത് കണ്ടു. ഞാൻ അന്നേരം പ്രിൻസിപ്പളിനോട് എന്ന് പറഞ്ഞു സംഭവം ഇത് പ്രശ്നമാണ്, വേണ്ട എന്ന് പറഞ്ഞ് സാധനം വേണ്ടെന്ന് വെച്ചു. ഇല്ലെങ്കിൽ നമ്മുടെയും ഒരു 50 പേരുടെ പബ്ലിക്കേഷൻ അതിൻ്റെ അടുത്ത് വന്നേ. അപ്പൊ ഞാൻ ഈയിടെ കുറെ അതിൻ്റെ അകത്ത് ഒരാൾക്ക് ഒരു 24 പബ്ലിക്കേഷനിൽ 6 എണ്ണവും ഒറ്റ ഇഷ്യൂല് ഈ പറഞ്ഞ പോലെ അത് ശബ്ദമുക്തായിരുന്ന സംബോധിയായിരുന്നു, ഏതോ ഒരു ജേണലിൻ്റെ അകത്ത് ഒറ്റ ഇഷ്യൂല് 6 പബ്ലിക്കേഷൻ. അതവിടെ കോൺഫറൻസ് നടത്തിയതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുമുണ്ട് കോൺഫറൻസിന്റെ പബ്ലിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് 6 എണ്ണം ഒറ്റ ഇഷ്യൂവിൻ്റെ അകത്ത്. അങ്ങനെ അബദ്ധം പറ്റി. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാളായിരുന്നു, തമിഴ്നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ ഭാഗത്തും ഈ സാധനം നടക്കുന്നുണ്ട്, ഈ പറഞ്ഞ കോൺഫറൻസും പറ്റിയും എല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കോളേജിലുള്ള ടീച്ചേഴ്സ് കഷ്ടപ്പെട്ട് എഴുതുന്ന ആർട്ടിക്കിൾ നഷ്ടപ്പെട്ടു പോകാതെ മാക്സിമം നമ്മുടേതായ ഒരു ശ്രമം ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ നല്ല ജേണലിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു പബ്ലിഷറും സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. ഞങ്ങൾ UGC കെയർ ലിസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ സ്കോപ്പസ് ആണെന്നൊന്നും പറഞ്ഞിട്ട്. ഈ ഫേക്ക് ജേണൽസ് അല്ലെങ്കിൽ ബോഗസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ജേണൽസ് ആണ് സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വേറൊരു ഇൻഡിക്കേഷനാണ്. അതെ, അത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ സാറേ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. സാറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ എന്നാ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളത് മനസ്സിലാക്കി കൊടുക്കുക, ഇന്നതാണ് സംഭവം. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഇപ്പൊ ഈ കൂടിയിരിക്കുന്നവരിൽ ഇഷ്ടം പോലെ ആൾക്കാര് ജോബിൻ സാറ് പറഞ്ഞ പോലെ ചിലപ്പോ ഒരുപാട് അറിവുള്ള പല പല മേഖലകളിലായിരിക്കും കേട്ടോ ഉണ്ടാവും. നിങ്ങൾ തന്നെ മുന്നോട്ടേക്ക് വരിക. പലരും ആരെങ്കിലും ഒന്ന് ഉന്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം പുറത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ ഇടയിലെ ഡിസ്കഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക.
നമുക്ക് ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് നല്ല രീതിയിൽ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഈ ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നന്ദി പറയാനായിട്ട് നമ്മുടെ സെക്രട്ടറി ഡ്യൂമിയെ ക്ഷണിച്ചോളും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ന് വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുസ്തഫ സാർ, ബഹുമാനപ്പെട്ട നമ്മുടെ റിസോഴ്സ് പേഴ്സണായ ജോബിൻ സാർ, നമ്മുടെ റീജിയന്റെ പ്രസിഡന്റായ ആന്റമിസ്, ബഹുമാന്യരായ KCLA അംഗങ്ങളെ, നമ്മളുടെ UGC കെയർ ലിസ്റ്റ് എന്ന വിഷയം വളരെ വ്യക്തമായും മനോഹരമായും കൃത്യതയോടും കൂടി ഏകദേശം 1.5 മണിക്കൂറായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ റിസോഴ്സ് പേഴ്സണായ ജോബിൻ സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്ന് നമ്മുടെ വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുസ്തഫ സാറിനും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് ആരംഭിക്കാൻ ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ആന്റമിസിനെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.